ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക സംഘടനയാണല്ലോ RSS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം. 1925 നാഗ്പൂരിൽ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഈ സംഘടനയെ ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് സർക്കാർ ഒരു തവണ നിരോധിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയിലും 3 തവണയാണ് RSS നിരോധിക്കപ്പെട്ടത്. ഒന്ന് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടപ്പോഴും, മറ്റൊന്ന് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും, പിന്നെ രാമജന്മഭൂമിയിലുണ്ടായിരുന്ന ബാബറി മസ്ജിദ് തകർത്തപ്പെട്ടപ്പോഴുമാണ് അത് സംഭവിച്ചത്. RSSന്റെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ 100 വർഷം പിന്നിടുവാൻ പോകുന്ന ഈ വേളയിൽ RSSന്റെ പ്രവർത്തനം വിവിധ മേഖലകളിൽ വിവിധ പേരുകളിൽ വളരെ ശക്തിയായി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അത് ഇന്ത്യക്കകത്ത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും അമേരിക്കൻ ഐക്യനാടുകളിലും വിവിധ രാജ്യങ്ങളിലും RSSന്റെ പ്രവർത്തനം നടപ്പിലാക്കി വരുന്നുണ്ട്. ഭാരതത്തെയും ഇവിടുത്തെ ജനങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ട് സേവനം നടത്തുക എന്നതാണ് ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മലക്ഷ്യം. വസുദൈവ കുടുംബകം ലോകമേ തറവാട് എന്ന ആ ഒരു സാംസ്കാരിക മൂല്യം ലോകത്തിന് മാതൃകയാകണമെന്നാണ് ഈ സംഘടന ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും RSSന്റെ പ്രവർത്തനം എത്തിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ ശതാബ്ദി വർഷം. അതിനായി RSSന്റെ വിവിധ സഹോദര ക്ഷേത്ര സംഘടനകളാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിലെ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ മസ്ദൂർ സംഘം എന്ന BMS. അതേപോലെ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ബാലഗോകുലം. വിദ്യാർത്ഥി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന ABVP, വനിതാ വിഭാഗത്തിനായി രാഷ്ട്രീയ സേവികാ സമിതിയും, കർഷകരുടെ ഇടയിൽ കർഷക സംഘടനയായി ഭാരതീയ കിസാൻ സംഘവും, അധ്യാപകർക്കു വേണ്ടി ഭാരതീയ അധ്യാപക പരിഷത്തും, അഭിഭാഷകർക്ക് വേണ്ടി ഭാരതീയ അഭിഭാഷക പരിഷത്തും പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഭിന്നശേഷിക്കാർക്കായുള്ള സംഘടനയും, അതേപോലെ കായിക വേദിയെ ലക്ഷ്യമാക്കി ക്രീഡാഭാരതിയും പ്രവർത്തിക്കുന്നു. വിശ്വഹിന്ദു പരിഷത്തും, സഹകാർ ഭാരതിയും, ഭാരതീയ വിചാര കേന്ദ്രവും, വിദ്യാഭാരതിയും, സംസ്കൃത ഭാരതിയും, വിശ്വ സംവാദ കേന്ദ്രവും, സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനവും, തപസ്യം, സേവാഭാരതിയും, വിവേകാനന്ദ കേന്ദ്രവുമൊക്കെ പ്രവർത്തിക്കുന്നതോടൊപ്പം കാടിൻ്റെ മക്കളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന വനവാസി കല്യാണാശ്രമം എന്നതുമുണ്ട്. കൂടാതെ പൂർവ്വ സൈനികർക്ക് വേണ്ടി പൂർവ്വ സൈനിക പരിഷത്തും, കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും, കേസരിയും, തന്ത്രവിദ്യാപീഠവും, ഹിന്ദു ഐക്യവേദിയും, അയ്യപ്പ സേവാ സമിതിയും, ആരോഗ്യഭാരതി, വിവേകാനന്ദ മെഡിക്കൽ മിഷൻ, IT മിന്നലുമൊക്കെ RSSന്റെ പരിവാർ പ്രസ്ഥാനങ്ങളാണ്. രാഷ്ട്രീയ മേഖലയിൽ RSSന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി തന്നെയാണ് BJPയും പ്രവർത്തിക്കുന്നത്. ഇപ്പോഴിതാ RSSന്റെ ഈ സംഘകുടുംബത്തിലേക്ക് പുതിയ ഒരു സംഘടന കൂടി രൂപീകൃതമായിരിക്കുകയാണ്. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം BVVS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടന ധർമാധിഷ്ഠിത വ്യാപാരം, ന്യായാധിഷ്ഠിത ലാഭാർത്ഥം എന്ന ആശയത്തെ മുൻനിർത്തി ചെറുകിട വ്യാപാരികൾ മുതൽ വലിയ വ്യവസായങ്ങൾ വരെ നടത്തുന്നവരെ ഒരേ ചരടിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനമാണ് ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത്. 2020 ഫെബ്രുവരി മാസം 16-ാം തീയതി എറണാകുളത്ത് പ്രവർത്തിക്കുന്ന RSSന്റെ സംസ്ഥാന കാര്യാലയത്തോട് ചേർന്നുള്ള ഭാസ്കരീയത്തിൽ വച്ചാണ് ഈ സംഘടന രൂപം കൊണ്ടത്. ഭാരതം ഇന്ന് ലോകത്തിന് മുഴുവൻ പ്രചോദനമേകിക്കൊണ്ട് സാമ്പത്തിക മേഖലയിൽ വൻ കുതിപ്പ് നടത്തുന്ന ഈ സാഹചര്യത്തിൽ കോവിഡിന് ശേഷമുള്ള ലോക സമ്പദ്ഘടനയെ ചിട്ടപ്പെടുത്തുന്ന കാര്യത്തിൽ വളരെ നിർണായകവും നേതൃത്വപരവുമായിട്ടുള്ള വലിയൊരു പങ്കാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം കൈയാളുന്നത്. സാമ്പത്തിക വളർച്ചയിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പരമ്പരാഗത സാമ്പത്തിക ശക്തികളെ നമ്മുടെ രാജ്യം പിന്തള്ളുന്ന കാഴ്ചയ്ക്കും ഈ ലോകം ദൃക്സാക്ഷിയായി കഴിഞ്ഞു. കഴിവുറ്റതും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ ഭാരതം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ ലോകത്തിൻ്റെ നേതൃനിരയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയുമാണ്. BVVS രൂപീകൃതമായി 5 വർഷം പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് അതിൻ്റെ സംസ്ഥാന സമ്മേളനം ഈ കഴിഞ്ഞ ദിവസമാണ് കോട്ടയം ജില്ലയിലെ CSI റിട്രീറ്റ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടത്. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റായ N അജിത് കർത്തയാണ് അധ്യക്ഷത വഹിച്ചത്. സംഘടനാ ജനറൽ സെക്രട്ടറി S സന്തോഷും, സംസ്ഥാന ട്രഷററായ KB ഹരികുമാറും, സംസ്ഥാന രക്ഷാധികാരികളായിട്ടുള്ള
ചെങ്കൽ രാജശേഖരൻ നായരും ബി സദാശിവനുമൊക്കെ നേതൃത്വം കൊടുത്ത ഈ സമ്മേളനത്തിൽ മുൻ DGP ആയിരുന്ന ഡോക്ടർ TP സെൻകുമാറും RSSന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ ദക്ഷിണ സംസ്ഥാന പ്രചാരകനായ S സുദർശന്റെയും S സേതുമാധവന്റെയും ഭൗതിക പ്രമുഖ KP രാധാകൃഷ്ണന്റെയും സജീവ സാന്നിധ്യം ഈ സമ്മേളനത്തിന് എത്തിച്ചേർന്ന പ്രവർത്തകർക്ക് വളരെ ആവേശമാവുകയായിരുന്നു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും എത്തിയ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു യോഗമാണ് കോട്ടയത്ത് നടന്നത്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ സമ്പദ്ഘടനയെ വളർത്തുന്നതും സംരക്ഷിക്കുന്നതും അത് നിലനിർത്തുന്നതും അത് ചെറുതും വലുതുമായിട്ടുള്ള വ്യാപാര വ്യവസായ സംരംഭരാണ്. അവരിലൂടെ സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങളും വരുമാനവുമാണ് ഏതൊരു സമൂഹത്തെയും ഓരോ രാജ്യത്തെയും വളർച്ചയ്ക്ക് ചവിട്ടുപടിയായി മാറുന്നത്. ഗുരുവായ ചാണക്യന്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ദേശീയ താൽപ്പര്യങ്ങൾക്ക് അനുയോജ്യമായി വ്യാപാരികളെ സംഘടിപ്പിക്കുവാനുള്ള ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ എല്ലാ ശ്രമങ്ങളും നടക്കുന്നത്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളക്കരയിലെ വ്യാപാര വ്യവസായ മേഖലയിലെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരന്തരമായ ഇടപെടലുകളാണ് ഇപ്പോൾ BVVS നടത്തിവരുന്നത്. രാജ്യത്തിന്റെ വികസനത്തിൽ ഏറ്റവും അധികം സംഭാവന നൽകുന്നത് ഇപ്പോൾ GSTയിലൂടെയുള്ള വരുമാനമാണ്. പക്ഷേ GST നടപ്പിലാക്കി 7 വർഷങ്ങൾ പിന്നിടുന്ന ഈ സമയത്ത് GSTയുമായി ബന്ധപ്പെട്ട ആ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി GST ട്രിബ്യൂണൽ രൂപീകരിക്കുക എന്നുള്ളത് ഏറെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഭാരതത്തിലെ 140 കോടി വരുന്ന ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ഇപ്പോഴുള്ള സെക്രട്ടേറിയറ്റിനും TST കൗൺസിലിനും പുറമെ പൊതുജനങ്ങൾക്കും വ്യാപാര സംഘടനകൾക്കും വ്യാപാരികൾക്കുമെല്ലാം അഭിപ്രായങ്ങൾ പറയുവാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഒരു നയരൂപീകരണ സമിതി കൂടി വേണമെന്ന് BVVS ആവശ്യപ്പെടുന്നുണ്ട്. അതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ആശയവിനിമയം ഈ സംഘടന നടത്തി വരികയുമാണ്. ഈ ഒരു തീരുമാനത്തിലേക്ക് എത്രയും വേഗം കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും സർക്കാരുകൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് BVVS പ്രതീക്ഷിക്കുന്നത്. നിരവധിയായിട്ടുള്ള കാലിക പ്രസക്തമായിട്ടുള്ള പരിഷ്കാരങ്ങൾക്ക് വേണ്ടി വ്യാപാര വ്യവസായ മേഖലയെ സജ്ജമാക്കി വ്യാപാര വ്യവസായ മേഖലയുടെ സർവതോന്മുഖമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി സമരത്തിൻ്റെതല്ലാത്ത സഹവർത്തിത്വത്തിൻ്റെതായിട്ടുള്ള ഒരു സമീപനമാണ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം അതിൻ്റെ പ്രവർത്തനത്തിലൂടെ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്.